രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഈ രാഷ്ട്രീയം എന്നത് ഒരു കാലഘട്ടത്തിൽ വേദന ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ കണ്ട് അത് മാറാനായി മുന്നിട്ടിറങ്ങിയവർ നടത്തിയ ഒരു അവരുടെ ഒരു പ്രവർത്തനമായിരുന്നു. ഇപ്പോഴത് എളുപ്പത്തിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലേക്ക് വരാനുള്ള വേദിയായി മാറുന്നു, അല്ലെങ്കിൽ വഴിയായി മാറുന്നു എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ ആ ജനസേവനത്തിൻ്റെ ഒരു രീതി മാറുകയാണ്. ശ്രീ മനു, നമ്മൾ മുമ്പ് പല കാര്യങ്ങളും ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. താങ്കൾക്കറിയാം, പലരും സംസാരിക്കുമ്പോഴും വേറിട്ട വഴികളിലൂടെ പല കാര്യങ്ങളും സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വിഷയം നമ്മുടെ മേയർ തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എടുത്തില്ല. നേരത്തെ എടുക്കേണ്ടത് ആയിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ ഇന്ന് പ്രത്യേക സാഹചര്യം വന്നു. ഒരു രാഷ്ട്രീയം, ഞാനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് താങ്കൾക്ക് അറിയുമല്ലോ. ഒരു രാഷ്ട്രീയപരമായിട്ട് BJP എടുത്ത തീരുമാനം ശരിയാണ്. പാർട്ടിക്കാരനായിട്ടുള്ള ആളിന് അംഗീകാരം കൊടുത്തു, അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അങ്ങനെ തന്നെ വേണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പല ഗിമ്മിക്കുകളും കാണിക്കും. നമ്മൾ എന്തെല്ലാമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് അടുത്ത് വരുന്ന പണം കൊടുത്ത് മേടിക്കുന്നു, പുഴ കൊടുത്ത് വോട്ട് മേടിക്കുന്നു, അല്ലെങ്കിൽ കാലുമാറുന്നു സ്ഥാനത്തിന് വേണ്ടി. നമ്മൾ തന്നെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടല്ലോ. അതൊക്കെ ആ ദിവസങ്ങളിൽ ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പറയും. ഇത്രയും ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലൈനിൽ നിന്ന് പറഞ്ഞാണ്. ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് സത്യമാണ്. ബഹുമാനപ്പെട്ട ശ്രീലേഖ മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളൊക്കെ വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഒരു തന്ത്രമാണ് അവിടെ BJP ചെയ്തത്. അവരെ പറ്റുകയോ ചെയ്തതിന് തർക്കമൊന്നുമില്ല. അവർ ഒരിക്കലും ഒരു IPS ഉദ്യോഗസ്ഥയാണ്. അവരൊരിക്കലും കള്ളം പറയില്ല. അവർക്ക് കൃത്യമായ ഓഫർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 10ഓളം സീറ്റുകൾ അവർ പറഞ്ഞല്ലോ. 10ഓളം സീറ്റുകളിൽ മാഡം ജയിപ്പിച്ചു തരണം. മാഡം മേയറാണ്. ഒരിക്കലും ശ്രീലേഖ മാഡം ഒരു കള്ളം പറയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവരോട് കാണിച്ചത്, പാർട്ടി കാണിച്ച അങ്ങേയറ്റം കൃത്യവിലോപമാണ് കാണിച്ചത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. രാജേഷിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എന്നെ രാജേഷിനും അറിയാം. രാജേഷ് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ 12 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പാർട്ടി വിട്ടത്. ഈ പാർട്ടി മാത്രം, ഏത് പാർട്ടി ആയാലും ശരി തന്നെ, ആ കഷ്ടപ്പെടുന്നവനെ അല്ല അവർ അംഗീകരിക്കുന്നത്. പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്, ഞങ്ങളൊക്കെ ഒരു കൊല്ലത്തും ചാത്തിനും ഒരു ഭാഷയുണ്ടെന്നാണ്. പാടത്ത് നെല്ല് വിളയുമ്പോൾ എലി അങ്ങ് പത്തനംതിട്ടയെന്ന് വരുമെന്ന് പറഞ്ഞ കണക്കാണ്. പണ്ടൊക്കെ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM-ലേക്ക് ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ തന്നെ പാടാണ്. ഇപ്പൊ എന്താ ചെയ്തത്? എത്രയോ വർഷം പ്രവർത്തിച്ചാൽ പോലും CPM-ൽ ഒരു മെമ്പർഷിപ്പ് കിട്ടത്തില്ല പണ്ട്. ഇപ്പോഴൊരു സരിൻ ഒരു ബൈ ഇലക്ഷൻ, ഇന്നലെ വരെ LDF-നെ അനാവശ്യവും പറഞ്ഞു നടന്ന സരിനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിത്വമാക്കി. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ഭാവിയിൽ. കാരണം പുതിയ തലമുറ നിങ്ങൾ എടുത്തു നോക്കൂ. ഞാനിതൊക്കെ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന നിങ്ങൾ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ സമരമൊക്കെ ചെയ്യാനും അടികൊള്ളാനും ഒക്കെ ഒരു 40 വയസ്സിന് മുകളിലുള്ള തൈക്കളവന്മാരെ ഇപ്പൊ എല്ലാ പാർട്ടിയിലും ഉള്ളത്. പുതിയ തലമുറ വരുന്നില്ല. കാരണം പാർട്ടികളിൽ വന്നാൽ അവരെ അർഹതയ്ക്കുള്ള അംഗീകാരം അല്ല കൊടുക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പാർട്ടി ഉണ്ടാക്കും ഓരോരുത്തർ. തലേന്ന് സമയമാകുമ്പോഴേ ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാരെ കെട്ടിയിറക്കും മുകളിൽ നിന്ന്. പുതിയ തലമുറ അങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കത്തില്ല. പുതിയ തലമുറ വിവേകമുള്ളവരാണ്. ഞങ്ങൾ പഴയ തലമുറയെ കുറിച്ച് രാഷ്ട്രീയത്തിൽ പരീക്ഷണത്തിനൊന്നും ആരും വരത്തില്ല. അപ്പം തികഞ്ഞ നീതികേടാണ് ശ്രീലേഖയോട് അവർ കാണിച്ചത്. പക്ഷെ രാഷ്ട്രീയമായിട്ട് ശരിയുമാണ്. പക്ഷെ അത് കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ പണ്ട് പറയും, നമ്മൾ രാഷ്ട്രീയത്തിനകത്ത് എന്താണ് എത്തിക്സ് ഒന്നും ഇല്ലാനകത്ത്. ജയിക്കാൻ വേണ്ടി ഇലക്ഷന്റെ തലേന്ന് നമ്മൾ ആവശ്യമൊക്കെ പറയും. ഇലക്ഷന്റെ തലേന്ന് വരെ ജയിക്കാൻ വേണ്ടി ജാതി പറയും, പണം കൊടുക്കും. അതൊക്കെ ശ്രീലേഖയോട് പറയും, ഞങ്ങൾ IPS ആക്കാന്ന് പറയും, അതാക്കാന്ന് പറയും, ഇതാക്കാന്ന് പറയും. നമ്മൾ തിലകന്റെ സിനിമയിൽ പറഞ്ഞാലൊക്കെ പാറ്റൻ ടാങ്ക് കൊലക്കട മൂട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമം കൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നതാ. അപ്പൊ ഇതൊക്കെ സ്വാഭാവികം. ശ്രീലേഖ മാഡം നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇനി സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ, കാരണം അവർക്കറിയാം ജയിക്കത്തില്ലെന്ന്. കാരണം യാദൃശ്യമായിട്ട് സാങ്കേതികമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 2000 വോട്ടിനാണ് അവർ ഈ 100 സീറ്റിലും വേരിയേഷനാണ്. രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി പറഞ്ഞു 2000 വോട്ടിന്റെ വേരിയേഷനാണ് അവിടെ വരുന്നത് മൊത്തത്തിൽ. അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അറിയാം ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് കൊടുത്താലും ജയിക്കത്തില്ല. അവർ നാണം കെടുമെന്നറിയാം. അവർ നിസ്സാരം, അവരെ പോലൊരു വലിയ ആളിനെ വിളിച്ചു വരുത്തി ഒരു കൗൺസിലറാക്കി ഇനിയിപ്പോ പറയാം തോക്കുന്ന സീറ്റ് കൊടുക്കുക. തിരുവനന്തപുരത്തും ഒരു സീറ്റിലും ജയിക്കത്തില്ല. സാങ്കേതികമായിട്ട് അവർ ശ്രീലേഖ കണ്ടപ്പോൾ കുറച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വോട്ടുണ്ട് അവിടെ. അതായത് ഒരു മധ്യവർഗത്തിന്റെ മുകളിലുള്ള സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. അവരുടെ ശ്രീലേഖ മാഡത്തിന്റെ മുഖം കണ്ടപ്പോൾ അവർ മിക്കവാറും വാർഡുകളിലെല്ലാം വോട്ട് ചെയ്തു. അവിടെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന വലിയ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ്. ശ്രീലേഖ മാഡത്തിന്റെ മുഖം കണ്ട് വോട്ട് ചെയ്ത് അങ്ങനെ അധികാരത്തിൽ വന്നതാണ്. ശ്രീലേഖ സമ്മതിക്കല്ലോ, BJP സാങ്കേതികമായിട്ട് അവിടെ വിജയിച്ചിട്ടില്ല എന്ന് ശ്രീലേഖ മാഡം ഇന്ന് തെളിയിച്ചു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ